എന്നെ സാർ വിളിച്ചെന്തായിരുന്നു? ഈ താലൂക്ക് ആശുപത്രിയിലെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു. ആ താലൂക്ക് ആശുപത്രിയിലേ ആ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു പേഷ്യന്റ് മറ്റേ ഹൃദ്രോഗ സംബന്ധമായ പ്രശ്നം ഉണ്ടായിട്ട് പുള്ളിനെ പഴങ്ങാട് ആശുപത്രിയിൽ നിന്ന് മടക്കിയതാണ് ഒരാഴ്ച മുമ്പ്. ആ ഗുരുതരമായ അസുഖം ബാധിച്ച് അവര് മടക്കിനും ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് ഡോക്ടർ മടക്കി, മരണപ്പെട്ടു. ഒരാഴ്ച വീട്ടിൽ കിടന്ന് എല്ലാവരും നിൽക്കാലാണ് മരണപ്പെട്ട ബോഡി ഫ്രീസറിൽ വെക്കാൻ വേണ്ടി അവിടെ നിന്ന് ബോഡി കൊണ്ടുവന്ന് മെമ്പറുടെ പഞ്ചായത്ത് മെമ്പറെ കത്തുകൊണ്ട് വന്നിട്ട് ഡോക്ടർ സമ്മതിക്കില്ല. ശരിക്കും ഇവിടെ അങ്ങനെ പഞ്ചായത്ത് മെമ്പറെ കത്തുനിന്ന് വെക്കാം, അങ്ങനെ കീഴ്വഴക്കം. ഡോക്ടർക്ക് പോലീസിന് ഇന്റിമേഷൻ വേണം മറ്റേന്നൊക്കെ പറഞ്ഞ് തർക്കമല്ല. അവരിത് പറഞ്ഞു. പിന്നെ സൂപ്രണ്ടിന്റെ അടുത്ത് നമ്മൾ സംസാരിച്ചു, സൂപ്രണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇത് ചെയ്ത് അവര് അത് ആവശ്യമില്ലാതെ ഇത് ചെയ്ത് തർക്കമൊക്കെ. പിന്നെ ഞാനിത് ഇറങ്ങി ചെന്നു. ഞാൻ ഇവരോട് കാര്യം പറഞ്ഞു. അപ്പൊ പിന്നെ സൂപ്രണ്ട് പറഞ്ഞു വെക്കാൻ പറഞ്ഞു, ബോഡി വെച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ ആശുപത്രി പ്രോട്ടോകോളുകള് ലംഘിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവര് ഇപ്പൊ ബഹിഷ്കരണം നടത്തുന്നത്. ബഹിഷ്കരണമില്ല, അവര് 10 മിനിറ്റ് ഇത് ചെയ്തുള്ളൂ. 10 മിനിറ്റ് അവര് പ്രതിഷേധം നടത്തിയുള്ളൂ. പ്രതിഷേധം നടത്തിയുള്ളൂ. അത്രേ ഉള്ളൂ. അവര് ആശുപത്രി ഇതല്ല, ഈ പ്രോട്ടോകോൾ അല്ല, അതായത് DMO പറഞ്ഞത് അനുസരിക്കാൻ അവർക്ക് മടി. അതിന്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ് ഇവിടെ പൊട്ടിയ കുഞ്ഞാപ്പിൽ. അപ്പൊ അങ്ങനെ ഒരു സംഭവമാണ് അതിനകത്ത്. വേറൊന്നുമില്ല, നമ്മൾ ഇവിടെ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ട കേസുകളാണെങ്കിൽ, അതായത് സ്വാഭാവികമായിട്ട് ഒരു അസ്വാഭാവികത ഉണ്ടായി അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടായി, അസ്വസ്ഥത ഉണ്ടായതിന്റെ പേരിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ആശുപത്രിയിൽ എത്തുന്നതിനും മരണപ്പെട്ടു. വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു, ആശുപത്രിയിൽ എത്തുകയും ചെയ്തില്ല. അങ്ങനെ മരണപ്പെടുന്ന കേസ്, ബ്രോഡ് കേസുകളിൽ ശരിയാണ്, ആശുപത്രിക്കാർ പോലീസിന് NOC വേണമെന്ന് പറയും. പോലീസിന് NOCയുടെ ബോഡി വിട്ടു കൊടുക്കുള്ളൂ. ഇത് അങ്ങനത്തെ കേസല്ല. നമ്മുടെയൊക്കെ വീടുകളിൽ എത്രയോ, ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെയൊക്കെ എത്രയോ വീടുകളിൽ അങ്ങനെ എത്ര പേര് വയസ്സായവർ മരിക്കുന്നു, എത്ര പേര് വയ്യാത്തവർ മരിക്കുന്നു. ആ മരിക്കുന്നവരും മുഴുവൻ ഡോക്ടർമാർ വന്ന് സർട്ടിഫൈ ചെയ്ത പോലീസിന് ഇന്റിമേഷൻ എടുത്തിട്ടാണോ നമ്മള്. നിങ്ങൾ വീട് അയൽവക്കത്തൊക്കെ എത്ര പേര് മരിച്ചിട്ടുണ്ട്, ശരിയല്ലേ? അത്രയുള്ള കേസ്, സെയിം കേസാണത്. അപ്പൊ അങ്ങനെ മരണപ്പെട്ട ഒരു കേസ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട്, ഒരു മോനോ മരുമോനോ കണ്ടില്ലാത്തതുകൊണ്ട് ഇവിടെ ബോഡി വെക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അവർ മെഡിക്കൽ റിപ്പോർട്ടായിട്ടൊക്കെ അല്ല വന്നത്, കൃത്യമായി എല്ലായിട്ടാ വന്നത്. അപ്പൊ ഈ ഡോക്ടറുടെ ഈഗോ, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ MLA വന്ന് പറഞ്ഞ് അത് വെച്ചപ്പോ ക്ഷീണായി പോയല്ലോ. ആ ക്ഷീണത്തിൽ പിന്നെ ഞങ്ങൾ ഇന്നലെ HMC കൂടി തീരുമാനിച്ചു, ഇങ്ങനെയുള്ള കേസുകളിൽ, ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ട കേസുകളിൽ മെമ്പർമാരെ കത്തുണ്ടെങ്കിൽ, അല്ല വീട്ടിൽ വെച്ച് മരണപ്പെട്ട കേസിൽ മെമ്പർമാരെ കത്തുണ്ടെങ്കിൽ ബോഡി വെക്കാന്ന് HMC യോഗം കൂടി, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കൂടി തീരുമാനിച്ചു. അപ്പൊ തീരുമാനിച്ചതിന് ശേഷമാണ് അപ്പൊ അവരെ പ്രതിഷേധം അങ്ങനെ തീരുമാനിച്ചുകൊണ്ട്. അത്രേ ഉള്ളൂ. ഫർദർ നടപടികളൊന്നുമില്ല. ഫർദർ നടപടി നമ്മളതായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങളല്ലെങ്കിൽ ഈ രൂപത്തിൽ ഇവിടെ ശക്തമായിട്ടുള്ള പ്രതിഷേധമായിട്ട് മുന്നോട്ട്. ഇവരിങ്ങനെ നിസ്സഹകരണം കാണിച്ചാൽ ജനങ്ങളെ കൂട്ടി ശക്തമായി പ്രതിഷേധിക്കും. നമ്മൾ ജനപ്രതിനിധി അല്ലേ, ജനങ്ങൾക്ക് വേണ്ടി ഇടപെടേണ്ട ആളല്ലേ. ജനങ്ങൾക്ക് വേണ്ടി ഇടപെട്ടതിന് അതിന് ഈഗോ ആയിട്ട് കാണേണ്ട കാര്യമില്ലല്ലോ. താങ്ക് യു. ഓക്കെ, താങ്ക് യു.